പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് തിരഞ്ഞെടുപ്പ് വാർത്തകളുള്ള ഒരു വാർത്താപ്പകലാണ്. ഇന്നത്തെ ദിവസം നിശബ്ദ പ്രചരണത്തിൻ്റെതാണ്. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെ എത്തിക്കും. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഈ സമയമാകുമ്പോഴേക്കും ഒഴുകി തുടങ്ങും. രാവിലെ 7 മണിയോടുകൂടി വോട്ടെടുപ്പ് തുടങ്ങും. പരസ്യ പ്രചരണത്തിന് ഇന്നലെ കൊട്ടിക്കലാശമായതോടെ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. തുടർഭരണത്തിനായി LDF-ഉം ഭരണത്തിലേക്ക് തിരിച്ചുവരാൻ UDF-ഉം ശ്രമിക്കുമ്പോൾ പരമാവധി സീറ്റുകൾ നേടുകയാണ് NDAയുടെ ലക്ഷ്യം. രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചാരണത്തിനായി ചുരുങ്ങിയ സമയം മാത്രമാണ് ലഭിച്ചത്. 23 ദിവസമേ ലഭിച്ചുള്ളൂ. പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണികളുള്ളത്. വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ വാർത്താ സംഘം തയ്യാറാണ്. ഇന്നത്തെ വാർത്താപ്പകലിൽ സ്ഥാനാർത്ഥികളെ കാണാനും രാഷ്ട്രീയ നേതാക്കളുമായി സംവദിക്കാനും അടിയൊഴുക്കുകൾ അറിയാനും റിപ്പോർട്ടർമാർ നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ലേബി സജീന്ദ്രൻ, ഗുഡ് മോർണിംഗ്. MJ പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം VS രഞ്ജിത്തിലേക്ക്. VS രഞ്ജിത്ത്, പോളിംഗ് സാമഗ്രികളുടെ വിതരണം 8 മണിയോടുകൂടി തുടങ്ങും. ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തിച്ചേർന്നു. സാധാരണ ഈ ചില പോളിംഗ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് വലിയ ആവേശത്തോടു കൂടിയാണ് ഈ വിതരണ കേന്ദ്രത്തിലെത്തുക. എന്നാൽ പലതവണ ചെയ്ത് ശീലമുള്ള തഴക്കവും പഴക്കവുമുള്ള ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് വന്നു, എങ്ങനെയെങ്കിലും ഇതങ്ങ് തീർത്തിട്ട് പോയാൽ മതിയായിരുന്നു എന്ന മനസ്ഥിതിയിലായിരിക്കും വരിക. ചിലരെങ്കിലും കൗതുകത്തോടെയും ചിലരെങ്കിലും ആശങ്കയോടെയും ചിലരെങ്കിലും നിരാശയോടെയുമാണ് ഈ ഡ്യൂട്ടി ചെയ്യുന്നത് എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനായി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ ഇപ്പോൾ? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും നേരത്തെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ മലപ്പുറത്ത് ഇലക്ഷന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീ മേഡം എന്നെ രാവിലെ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു. ഞങ്ങള് പുഞ്ചക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലം ഡോക്ടർ അരുൺ അറിയാം, നിലമ്പൂർ മണ്ഡലത്തിൽ ഏറ്റവും ഉള്ളിൽ കാട്ടിൽ വനമേഖലയിൽ ആദിവാസികൾ വോട്ട് ചെയ്യുന്ന മേഖലയാണ്. അവിടെ ഞങ്ങൾ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ചരിത്രത്തിൽ ആദ്യമാണ് എന്ന് പറഞ്ഞൊരു സന്തോഷം അറിയിച്ചപ്പോൾ അത്രയും വെല്ലുവിളികളോടുകൂടി ഇത്തരം ഡ്യൂട്ടികൾ ഏറ്റെടുക്കുന്ന ആളുകളുമുണ്ട്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ്. ഇവിടെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം കോഴിക്കോട് ജില്ലയുടെ നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 2857 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ആ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ ഇവിടെ നിന്ന് വിതരണം ചെയ്യും. 8 മണിയോടുകൂടിയാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുക. അതിനു മുൻപ് ഇവിടെ പോസ്റ്റൽ വോട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് രേഖപ്പെടുത്താൻ 8 മണി വരെ അവസരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് റൂറൽ മേഖലയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നബാധിത മേഖലയായി കണക്കാക്കുന്നത്. 357 പ്രശ്നബാധിത മേഖലകളുണ്ട് എന്ന് പറയുന്നു. ആ മേഖലയിൽ മാത്രം ഏകദേശം 16,000-ഓളം പോലീസുകാരെ ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഏതായാലും വെബ്കാസ്റ്റിംഗും CCTV ദൃശ്യങ്ങളും ഒക്കെ അടക്കമുള്ള ബൂത്തുകളാണ് സജ്ജീകരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഭിന്നശേഷിക്കാർ മാത്രം നിയന്ത്രിക്കുന്ന ഒരു ബൂത്തുണ്ട്. കോഴിക്കോട് കാരപ്പറമ്പ് ബൂത്താണ്. അങ്ങനെയുള്ള ചില സർപ്രൈസുകളൊക്കെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഹരിത ബൂത്തുകൾ ഒരുക്കാറുണ്ട്, സ്ത്രീ സൗഹൃദ ബൂത്തുകൾ ഒരുക്കാറുണ്ട്, പിങ്ക് ബൂത്തുകൾ ഒരുക്കാറുണ്ട്. അതുപോലെ ഇത്തവണ ഭിന്നശേഷിക്കാർ മാത്രം നിയന്ത്രിക്കുന്ന ഒരു ബൂത്തായി കാരപ്പറമ്പിലെ ബൂത്ത് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ മണ്ഡലങ്ങൾക്കും ഇപ്പൊ ഇത് തിരുവമ്പാടി, കൊടുവള്ളി, എലത്തൂർ ഈ 3 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് ഇവിടെ വിതരണം ചെയ്യുക. അതിന്റെ ഹെൽപ്പ് ഡെസ്ക് ഇവിടെ പ്രവർത്തിക്കും. ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. അങ്ങനെ ഓരോ മണ്ഡലങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേഷനുകൾ അനുവദിച്ച് ഈ സ്റ്റേഷനുകളിൽ നിന്നായിരിക്കും പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുക. ഇവിടെ നിന്നുള്ള പോളിംഗ് സാമഗ്രികൾ ബൂത്തുകളിൽ എത്തിച്ച് ബൂത്തുകൾ വൈകിട്ടോടുകൂടി ബൂത്തുകൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ബൂത്തുകൾ എത്തുമ്പോൾ അവിടെ കുടിവെള്ളം ഉൾപ്പെടെ ബൂത്തുകളിൽ സജ്ജീകരിച്ചുകൊണ്ട് ചില ബൂത്തുകളൊക്കെ ഹരിത ബൂത്തുകളാണ്. അവിടെ ഇപ്പോൾ നമ്മൾ കയറി വരുന്ന കവാടത്തിൽ ഈ ഓല കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ഹരിത ബൂത്തുകൾ സജ്ജീകരിക്കേണ്ടതുണ്ട്. അതുപോലെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ക്രമീകരിക്കണം. അവിടെ ലൈറ്റ് ക്രമീകരിക്കണം. അങ്ങനെ പോളിംഗ് ബൂത്തുകൾ ക്രമീകരിക്കുന്ന പരിപാടി ഒരു വലിയ പ്രയത്നമാണ്. ഈ ബൂത്തുകളിൽ നിന്നുള്ള ഇവിടെ നിന്നുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോയ ശേഷം വേണം ഈ ബൂത്തുകൾ ക്രമീകരിക്കാൻ. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ വാങ്ങി ബൂത്തുകളിലെത്തി അത് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചുള്ളത്. ഏതായാലും ഇവിടെ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ 8 മണിയോടുകൂടി പോളിംഗ് സാമഗ്രിയുടെ വിതരണം ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ രഞ്ജിത്ത്, ഞാൻ മടങ്ങി വരാം.